സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ ഓർമ്മ വരും. ആരാണ്? സക്കായി, നീളമില്ലാത്ത സക്കായി. 19-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കുക. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ, അവൻ കടന്നു പോകുന്ന സമയത്ത് ആരാണവൻ? ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ വന്ന് അദ്ദേഹമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമോ? നിങ്ങൾക്കറിയാൻ കഴിയും ആരാണെന്ന്. അദ്ദേഹമെന്ന് വെച്ചാൽ യജമാനൻ, പരിപാലിക്കുന്നവൻ, കാര്യങ്ങൾ നടത്തുന്നവൻ, നമ്മെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, ഈ ലോകത്തിലേക്ക് വന്നതായ രക്ഷകൻ. അനേകം ആളുകൾക്ക് ഈ കാലത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി അറിയുകയില്ല. അവനെന്തിനാണ് പറയുന്നത് എന്ന് പറയും. നിങ്ങളുടെ വീട്ടുകാരൻ വീട്ടിലേക്ക് വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുവാനിടയാകും. ഈ കാലത്താണ് കോളിംഗ് ബെല്ലൊക്കെ ഉള്ളത്. പണ്ട് കാലത്ത് കതകായിരുന്നു മുട്ടുന്നത്. അപ്പോൾ അകത്തുനിന്ന് ഭാര്യ എന്താണ് പറയുന്നത്? ആരാണത് എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാനാണ് എന്ന് പറയും. അങ്ങനെയല്ലേ? ഞാൻ ജോസഫാണെന്ന് പറയുമോ? പൗലോസാണെന്ന് പറയുമോ? ഞാനാണെന്നാണ് പറയുന്നത്. ഞാനാണ്. ഞാനെന്ന് വെച്ചാൽ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം തൻ്റെ ഭർത്താവിൻ്റെ സ്വരം അവർക്ക് അറിയാം. അനേകം ആളുകൾ ഞാനെന്ന് പറഞ്ഞേക്കാം. എന്നാൽ അവൻ്റെ ശബ്ദം തിരിച്ചറിയുമ്പോൾ അവൾക്ക് മനസ്സിലാകും തൻ്റെ ഭർത്താവാണ് എന്ന്. നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ സൃഷ്ടികർത്താവാണ്, നമ്മുടെ രക്ഷിതാവാണ്. അവനെ നാം അറിയുമ്പോൾ അവനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. അവനോടുകൂടി നാം പ്രാർത്ഥിക്കുന്നവരാണ്. അവൻ്റെ സന്നിധിയിൽ നാം ചിലവഴിക്കുന്ന ആളുകളാണ്. നമുക്ക് അവനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് യേശുക്രിസ്തു പറയും ഞാനാണെന്ന്. മോശ ചോദിച്ചു, ഞാൻ എന്താണ് പറയേണ്ടത്? ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് ആരുടെ പേര് പറയണം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. ഞാൻ ആടുകൾക്ക് നല്ല ഇടയനാണ്. ഞാൻ മുന്തിരിവള്ളിയാണ്. ഞാൻ വഴിയാകുന്നു, പുനരുദ്ധാനമാകുന്നു എന്നു അനേക പ്രാവശ്യം ഞാൻ തന്നെ എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് പലരും പറയുന്നു യേശു ദൈവമാണെന്ന് എവിടെയും പറയുന്നില്ലല്ലോ. പിന്നെന്തുകൊണ്ടാണ് ദൈവമെന്ന് വിളിക്കേണ്ടത്? ദൈവത്തിന് ദൈവമാണെന്ന് പറയേണ്ടതായ ആവശ്യം ഇല്ല. ആരാണ് ദൈവമാണെന്ന് പറയുന്നത്? ദൈവമല്ല എങ്കിൽ ഇതാ ദൈവം വരുന്നു, ഇതാ ദൈവം വരുന്നു എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? യേശുക്രിസ്തുവിനെ അറിയാവുന്ന ആളുകൾക്ക്, അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ആളുകൾക്ക് ഈ കർത്താവ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ പ്രാണപ്രിയനാണ്, എൻ്റെ വിമോചകനാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തു ഈ ലോകത്തിൽ ആയിരുന്നതായ സമയത്ത് അവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവൻ എവിടെയും ഒരു ആശ്രമം കെട്ടിക്കൊണ്ട്, ഒരു വലിയ മന്ദിരം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഇരുന്ന് എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറഞ്ഞില്ല. എന്നാൽ അവൻ കാൽനടയായിട്ട് ഗ്രാമങ്ങളിലേക്ക് നടന്നുപോയി നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തെളിയിച്ചു. അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടുന്ന് മറ്റൊരിടത്തേക്ക്, അവിടുന്ന് മറ്റൊരിടത്തേക്ക്. എവിടെ ആളുകൾ ആവശ്യത്തിലുള്ളവരുണ്ട്, എവിടെയാണ് രോഗികൾ ഉള്ളത്, എവിടെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉള്ളത്, എവിടെയാണ് സമാധാനമില്ലാത്തവർ ഉള്ളത്, എവിടെയാണ് കഷ്ടങ്ങളിലും കലഹങ്ങളിലും പെട്ട് ജീവിതം നശിച്ചു പോകുന്ന സ്ഥിതിയിൽ ആളുകൾ ഉണ്ടായിരിക്കുന്നത്, അവൻ അവിടെ ചെന്ന് അവരോട് സമാധാന സുവിശേഷം പ്രസംഗിച്ചു. അവൻ സഞ്ചരിച്ചു കൊണ്ട് അവൻ എരിഹോവിൽ എത്തി എന്ന് നമുക്ക് കാണുന്നു. എവിടേക്കാണ് വന്നതവൻ? എരിഹോവ് എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടതായ സ്ഥലമാണ്. യെരുശലേം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. ആരെങ്കിലും യെരുശലേമിൽ പോയിട്ടുണ്ടോ? കുഴപ്പമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യെരുശലേമിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ പറഞ്ഞുവിടില്ല. ചില ആളുകൾ കടം വാങ്ങിയിട്ട് യെരുശലേം കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സാധിക്കുമെങ്കിൽ നിങ്ങൾ പോവുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യേശുക്രിസ്തു ജനിച്ചതായ, യാത്ര ചെയ്തതായ, അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്തതായ
അതുപോലെ ക്രൂശീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും ചെയ്ത ആ യെരുശലേമിലെ പ്രദേശങ്ങളെ കാണുവാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാകുന്നു. എന്നാൽ അവിടെ ചെന്ന് കാണുകയാണെങ്കിൽ പുണ്യം ലഭിക്കും, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞു പോകേണ്ടതായ ആവശ്യം ഇല്ല. എനിക്ക് 3 പ്രാവശ്യം അവിടെ പോകുവാൻ ഭാഗ്യം ലഭിച്ചു. യെരുശലേം ഒരു പർവ്വതത്തിൽ പണിയപ്പെട്ടതായ പട്ടണമാണ്. വളരെ മനോഹരമായ മലകൾ അവിടെ കാണുവാൻ കഴിയും. ഒരു വശത്ത് കാൽവറി മല, ഒരു വശത്ത് ഒലിവുമല, ഒരു വശത്ത് സിയോൻ മല. അങ്ങനെ വളരെ മനോഹരമായ മലകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നതാണ്. വളരെ സുന്ദരമായ സ്ഥലങ്ങളാണ്. എന്നാൽ എരിഹോവ് ആ യെരുശലേമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മുൻപോട്ട് പോകുമ്പോൾ എരിഹോവ് കാണാൻ കഴിയും. ഞാൻ അവിടെയും പോയിട്ടുണ്ട്. ഈ സക്കായി കയറിയതായ മരവും അവിടെയുണ്ട്. ഇപ്പോഴും ആ വൃക്ഷമുണ്ട്. അതിന് ഒരുപാട് വണ്ണമുണ്ട്. ആ വൃക്ഷം ഉള്ളതായ എരിഹോവ് പട്ടണത്തെ നോക്കിയാൽ വളരെ ഉണങ്ങി വരേണ്ടതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു പച്ചപ്പും കാണാൻ കഴിയില്ല. യെരുശലേമിലേക്ക് അവിടെ പോകുമ്പോൾ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിയില്ല. അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ്. എരിഹോവ് കോട്ടയെ ആരാണ് തകർത്തത്? ഞാനല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. സൺഡേ സ്കൂൾ നടക്കുന്ന സമയത്ത് സൺഡേ സ്കൂൾ ടീച്ചറോട് ഒരു ഡയറക്ടർ വന്നിട്ട് ചോദിച്ചു, കുട്ടികളോട് ചോദിക്കുക എരിഹോവിൻ്റെ മതിൽ ആരാണ് തകർത്തതെന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾ പറയുകയാണ്, അയ്യോ ഞാനല്ല തകർത്തതെന്ന് പറയുന്നു. അദ്ദേഹം അതിശയിച്ചിട്ട് ആ സൺഡേ സ്കൂൾ ടീച്ചറോട് ചോദിച്ചു, എന്താണ് ടീച്ചറെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറയുകയാണ്, പാവം ആ പയ്യൻ നല്ലവനാണ്, കള്ളം പറയില്ല എന്ന്. അയ്യയ്യോ, നിങ്ങളുടെ പാസ്റ്റർ എവിടെയാണ്? വരൂ, പാസ്റ്ററിൻ്റെ അടുക്കലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ടീച്ചറെയും കുട്ടിയെയും അദ്ദേഹം വിളിച്ചുകൊണ്ട് ദേവദാസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. പാസ്റ്റർ എന്തുകൊണ്ടാണ് സൺഡേ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എരിഹോ കോട്ട തകർത്താരാണെന്ന് ചോദിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞു അവൻ തകർത്തിട്ടില്ല എന്ന്. ടീച്ചറോട് ചോദിച്ചാൽ പറയുന്നു ആ പയ്യൻ കള്ളം പറയില്ല, നല്ലവനാണെന്ന്. എന്താണിതെല്ലാം എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറയുകയാണ്, ടീച്ചർ നല്ലവരാണ്, അവർ കള്ളം പറയില്ല എന്ന്. ആരാണത് തകർത്തത്? എങ്ങനെയൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, ചർച്ച് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളത് കെട്ടിക്കൊടുക്കാമെന്ന് പാസ്റ്റർ പറയുന്നു. അതായത് ദൈവദാസിന് പോലും അതറിയില്ല. നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? ആരാണ് തകർത്തത്? ആരാണ് തകർത്തത്? എത്ര ബോംബുകൾ വെച്ചാണ് തകർത്തത്? ഇസ്രായേൽ മക്കൾ ദൈവം പറഞ്ഞത് അനുസരിച്ച് അതുപോലെ തന്നെ ചെയ്തപ്പോൾ 6 ദിവസങ്ങൾ കൊണ്ട് ആ പട്ടണത്തിന് ചുറ്റും ഓരോ തവണ വട്ടം വെച്ച് നടന്നിട്ട് 7-ാമത്തെ ദിവസം 7 തവണ ചുറ്റിയപ്പോൾ ഒരുമിച്ചവർ കാഹളം ഊതി സ്തുതി മുഴക്കിയതായ സമയത്ത് എരിഹോവ് മതിൽ തകർന്നു വീഴുവാൻ ഇടയായി. ശപിക്കപ്പെട്ട ഈ സ്ഥലത്ത് നിന്ന് ഒന്നും തുടരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ആഖാൻ അവിടെ നിന്ന് സ്വർണവും വെള്ളിയും നല്ല നല്ല വസ്ത്രങ്ങളും മോഷ്ടിച്ചെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. ദൈവത്തിന് കോപമുണ്ടായി. ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ മുതൽ എരിഹോവ് കോട്ട ശപിക്കപ്പെട്ടതാണ്. ആരെങ്കിലും എരിഹോവ് പട്ടണത്തെ പണിയുവാൻ വേണ്ടി ശ്രമിച്ചാൽ അവരുടെ മൂത്തപുത്രൻ മരിച്ചു പോകാനിടയാകും എന്ന് പറഞ്ഞിട്ടുള്ള ശപിക്കപ്പെട്ടതായ പട്ടണമാണ്. ആ ശപിക്കപ്പെട്ട പട്ടണത്തിലും അവിടെ മനുഷ്യൻ വസിക്കുന്നുണ്ട്. അവർക്കവിടെ ഒരുപാട് വ്യാപാരങ്ങളുണ്ട്, ഇപ്പോഴും അതൊക്കെയുണ്ട്. എന്നാൽ അവിടെ ആ എരിഹോവിൽ പാപികളുണ്ട്. യേശുക്രിസ്തു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നു. എന്നാൽ അവൻ എരിഹോവിൽ കൂടി കടന്നു പോകാനിടയായി. അതായത് യേശുക്രിസ്തുവിന് നമ്മെപ്പോലെ നമ്മുടെ ആളുകൾ അവരുടെ ആളുകൾ എന്നുള്ളതായി വ്യത്യാസം. അവരുടെ അടുക്കൽ പോയാൽ ഒന്നും കിട്ടിയില്ല, ഇവിടെ അടുക്കൽ വന്നാൽ എന്തെങ്കിലും കിട്ടും, അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഇവർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അവൻ എല്ലാവർക്കും കർത്താവാണ്. ഒരു തവണ പറയൂ, എനിക്ക് മാത്രമല്ല, അവൻ എല്ലാവരുടെയും കർത്താവാണ്. ആദ്യം അവൻ എൻ്റെ കർത്താവാണ്, പിന്നീട് അവൻ സകലരുടെയും കർത്താവാണ്. പാപികളെ സ്നേഹിച്ചതായ ദൈവമാണവൻ. ആരോഗ്യമുള്ളവർക്ക് ഡോക്ടറിന്റെ ആവശ്യമില്ല, രോഗികൾക്കാണ് ഡോക്ടറിനെ ആവശ്യമുള്ളത്. അവൻ പറഞ്ഞു, നീതിമാന്മാരെ രക്ഷിക്കാനല്ല ഞാൻ വന്നത്, പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ആ എരിഹോവിൽ ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേര് സക്കായി. അവന് സന്തോഷവും സമാധാനവുമില്ലായിരുന്നു. യേശുക്രിസ്തു അവനെ രക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവനു വേണ്ടി ആ ദേശത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും. ചില സമയത്ത് ചില മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ ചില മീറ്റിങ്ങിൽ 1000 കണക്കിന് ആളുകൾ വരാറുണ്ട്. എന്നാൽ ചില മീറ്റിങ്ങുകളിൽ ചില വ്യക്തികൾ എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, ദേവദാസ, ഈ മീറ്റിംഗ് എനിക്ക് വേണ്ടി തന്നെയാണ് വെച്ചത് എന്ന്.
എനിക്ക് മാത്രം കറക്റ്റായിട്ട് ഞാൻ നശിച്ചു പോകേണ്ടുന്നതായ സന്ദർഭത്തിൽ എനിക്ക് ആവശ്യമായ വചനം ഇതിൽ നിന്ന് ലഭിച്ചു. ഈ മീറ്റിംഗിൽ കൂടി എനിക്ക് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞു. ദൈവം എന്നോട് തന്നെയാണ് സംസാരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ദൈവം സംസാരിച്ചത് എന്ന് പല വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പിതാവ് ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത്, ഞങ്ങളുടെ സ്ഥലത്ത് ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടം പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ ജീവിതത്തിൽ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് പോയ സമയത്ത് ഇതുപോലെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുന്നത് കാണാനിടയായി. ആ മീറ്റിംഗ് കണ്ടിട്ട് അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മരണശേഷം മോക്ഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ആ കാലത്ത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ദൈവമാണല്ലോ, അവനോട് പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടേക്ക് കടന്നു വരാനിടയായി. ദേവദാസ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്തിനാണ് മരിക്കുന്നത്? അങ്ങേക്ക് എന്തു പറ്റി? നല്ല ജോലിയില്ലയോ? ഗസറ്റഡ് ഓഫീസറാണ്. കുടുംബമില്ലയോ? നല്ല ഒരു ഭാര്യയും അതുപോലെ 8 മക്കളുമുണ്ട്. പിന്നെന്താണ്, കടഭാരമാണോ? വസ്തുവകളും സമ്പത്തും എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് മരിക്കുന്നത്? എനിക്ക് സമാധാനമില്ല. ഞാൻ മദ്യത്തിന് അടിമയായിരിക്കുന്നു. ഞാൻ കൂട്ടുകാരോടൊപ്പം ചേർന്ന് രാത്രി മുഴുവൻ ചീട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. മരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി മാറ്റമുണ്ടായി. യഥാർത്ഥമായ മാറ്റം അതാണ്. രോഗം മാറുന്നതല്ല മാറ്റം. രോഗം മാറിയാൽ വീണ്ടും വരും. വരില്ലേ? ചുമ മാറാൻ വേണ്ടി ഒരു ഡോക്ടറിന്റെ അടുക്കൽ എത്ര തവണ പോയിട്ടുണ്ട്? പനി മാറുന്നതിന് വേണ്ടി ഒരു ഡോക്ടറിന്റെ അടുക്കൽ എത്ര തവണ പോയിട്ടുണ്ട്? ഒരേ ഡോക്ടറിന്റെ അടുക്കിലേക്ക് പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് എത്ര തവണ പോയിട്ടുണ്ട് നിങ്ങൾ? ഒരു തവണ പോയിട്ട് 3 മാസം കഴിഞ്ഞ് വീണ്ടും പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അത് കഴിഞ്ഞ് അടുത്ത പല്ലും കൂടെ പോകും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ, നാം ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഇതൊക്കെ വരികയും പോവുകയും ചെയ്യും. അതൊന്നും വലിയ കണക്കാക്കണ്ട. എന്നാൽ ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഒരു തവണ നീ രക്ഷിക്കപ്പെട്ടാൽ അത് ശാശ്വതമായ രക്ഷയാണ്. ആ ദിവസം ഞങ്ങളുടെ പിതാവ് മാനസാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കി. എനിക്കൊന്ന് 18 വയസ്സുണ്ട്. എൻ്റെ പിതാവിനെ ഞാൻ കാണുന്നുണ്ടപ്പോൾ. അദ്ദേഹം ദുർമാർഗിയായി ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അദ്ദേഹം ബ്രാൻഡി കുപ്പികളെല്ലാം കൊണ്ടുവന്ന്, സിഗരറ്റ് പാക്കറ്റുകൾ കൊണ്ടുവന്ന്, ആ സിനിമാ ചിത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാനിടയായി. എല്ലാവർക്കും ബൈബിൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ബൈബിൾ കൊടുത്തു. ക്ലബിൽ പോകുന്നത് നിർത്തി, മദ്യപിക്കുന്നത് നിർത്തി, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെയില്ലായിരുന്നെങ്കിൽ ഞാനും യേശുവിൽ വിശ്വസിക്കലായിരുന്നു. ദൈവവും പിശാചുമില്ലെന്ന് വിശ്വസിച്ച് നടന്നവനാണ് ഞാൻ. എന്നാൽ എൻ്റെ പിതാവിൻ്റെ മാനസാന്തരം ഞാൻ കണ്ടിട്ട് പറഞ്ഞു, യേശു യഥാർത്ഥമായ ദൈവമാണെന്ന്. എൻ്റെ പിതാവ് പറയുമായിരുന്നു, ആ കൺവെൻഷൻ അന്ന് എന്തിനാണ് വെച്ചത്? അത് എന്നെ മാറ്റുന്നതിന് വേണ്ടിയാകുന്നുവെന്ന് എന്ന് പിതാവ് സാക്ഷ്യം പറയുമായിരുന്നു. ഞാനെന്താണ് പറയുന്നതെന്നറിയാമോ? ആ മീറ്റിംഗിൽ എന്തുകൊണ്ടാണ് പിതാവിനെ മാറ്റിയതെന്ന് വെച്ചാൽ അതെന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ്. ഞാന് ദൈവമില്ലാതെ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നല്ലോ. പിതാവ് മാറിയതുകൊണ്ട് ആദ്യം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ദൈവമേ, എൻ്റെ പാപങ്ങൾ എൻ്റെ മൂത്ത പുത്രൻ്റെ മേൽ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിച്ചു. ജയ്പോളിനെ അനുഗ്രഹിക്കണമേ, ജയ്പോളിനെ രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കോപം വരുമായിരുന്നു. നിങ്ങൾക്ക് 40 വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നിങ്ങൾ ജീവിച്ചു നടന്നു. എനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഞാൻ ലോകപ്രകാരം ജീവിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഞാൻ മാനസാന്തരപ്പെടണമോ എന്ന് പറഞ്ഞ് 3 മാസം അനുസരണക്കേട് കാണിച്ചു ദൈവത്തോടും പിതാവിനോടും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പിടിക്കുവാനിടയായി. 3 മാസത്തിനുള്ളിൽ ഞാൻ രക്ഷിക്കപ്പെടാനിടയായി. രക്ഷിക്കപ്പെട്ട് 3 മാസം കഴിഞ്ഞ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ദൈവദാസനായി മാറി. അന്ന് ആ മീറ്റിംഗ് ആ പ്രദേശത്ത് നടന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുകയില്ലായിരുന്നു. പിതാവ് മാനസാന്തരപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കിട്ടില്ലായിരുന്നു. ചില സമയത്ത് ദൈവം ചില ഉദ്ദേശത്തോടെ, ദേശത്തുള്ളവരെല്ലാം മാനസാന്തരപ്പെട്ടു എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലായിരിക്കും. സക്കായിയെപ്പോലെ ഒരുവൻ, ശമരിയ സ്ത്രീയെപ്പോലെ ഒരുവൾ, ഗദരദേശത്തെ ഭൂതബാധസ്ഥനെ പോലെ ഒരുവൻ, അങ്ങനെയുള്ളവരെ വിടുവിക്കുവാൻ അവൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആഴ്ച മുഴുവൻ എവിടെങ്കിലുമൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്. യൗവനപ്രായം മുതൽ നടക്കുകയാണ്. നടന്നു പോകുന്നു, സൈക്കിളിൽ പോകുന്നു, ബസ്സിൽ പോകുന്നു, റിക്ഷയിൽ പോകുന്നു, എത്രയോ ഗ്രാമങ്ങളിൽ പോകുന്നു, എത്രയോ കുഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ വനാന്തരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക്, അവർ താമസിക്കുന്ന ചെറിയ കുടിലുകളിൽ പോയി ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഇപ്പോഴും ടി വിയിൽ കൂടി
എല്ലാ ദേശങ്ങളിലേക്കും പോകുന്നു. കിടന്നുറങ്ങാൻ കഴിയില്ലയോ? എന്താണ്? ദൈവം പോകുവാൻ പറഞ്ഞു. സകല ലോകത്തിലേക്കും ചെന്ന് സുവിശേഷം പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു. ഏത് വചനത്തിൽ കൂടി ആരെ മാറ്റുവാനാണ് കഴിയുന്നത്? ഏത് മീറ്റിംഗിൽ വെച്ച് ആരാണ് രക്ഷിക്കപ്പെടുന്നത്? ആർക്കാണ് വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്നത്? ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം ഇങ്ങനെയുള്ള മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഇന്ന് ആർക്കു വേണ്ടി ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചു എന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ അതെനിക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയും. എഴുന്നേറ്റ് നിൽക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യൗവനക്കാരെ നിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും നിന്നിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ കർത്താവേ. നിനക്കിഷ്ടമില്ലാത്ത പാപങ്ങളെല്ലാം വിട്ടുകളയുകയാണ്. നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തി ഞാൻ പോകേണ്ടുന്ന വഴി നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് നമുക്ക് വായ് തുറന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നീ എന്നോട് കൂടെ ഇരിക്കണമേ. എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നീ എന്നോട് കൂടെ ജീവിക്കണം. നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ വലംകരം ഉയർത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ഇതാ, കർത്താവ് നിന്റെ കരങ്ങളെ കാണുന്നുണ്ട്. കർത്താവ് നിന്റെ അവസ്ഥകളെ കാണുന്നുണ്ട്. ഏത് വിഷയത്തോടെയാണ്, ഏത് ആഗ്രഹവും ഏത് ആശയവുമായിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നീ വന്നിരിക്കുന്നത്? അത് നടത്തിത്തരുവാൻ കഴിയുന്ന ദൈവമാകുന്നു അവൻ. ആ കർത്താവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നവനാണ്. അവനെ അന്വേഷിച്ചാൽ നീ അവനെ കണ്ടെത്തും. അവനോട് ചോദിച്ചാൽ നിനക്കത് ലഭിക്കും. നീ അവങ്കിലേക്ക് നോക്കുമ്പോൾ അവൻ നിന്നെ നോക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് തന്നെ ആ കർത്താവിനോട് പറയുക, നിന്നെ കാണുവാനുള്ള കണ്ണെനിക്ക് നൽകണമേ എന്ന്, നിന്നെ കാണുവാനുള്ള ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഇറങ്ങി വരണമേ, എന്നോട് കൂടെ പാർക്കണമേ എന്ന്, എൻ്റെ ഭവനത്തിലേക്ക് നീ വരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ നോക്കണമേ. കരങ്ങൾ ഉയർത്തിയിട്ട് എൻ്റെ യേശുവിനോടൊപ്പം ഞാൻ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ കർത്താവ് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായ മാനസാന്തരം ഞാൻ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖ സൗഭാഗ്യങ്ങളിൽ ലഭിക്കുന്നതായ എല്ലാ സന്തോഷങ്ങളും വിട്ടിട്ട് കർത്താവ് നൽകുന്നതായ നിത്യ സന്തോഷത്തെ, രക്ഷയുടെ ആനന്ദത്തെ പ്രാപിക്കുവാൻ ആരൊക്കെയാണോ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിലേക്ക് നീ വരണമേ കർത്താവേ. നീ ആയിരിക്കുന്നിടത്ത് ഇരുട്ടില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാനമുണ്ട്. നീ ഉള്ള സ്ഥലത്ത് രോഗമില്ല. നീ ഉള്ളിടത്ത് പിശാചിന് വരുവാൻ കഴിയില്ല. നീ ഉള്ള സ്ഥലത്ത് സന്തോഷമുണ്ട്. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഭവനത്തിൽ വരണമേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള എല്ലാവരെയും നീ സ്പർശിക്കുമാറാകണമേ. ഏത് കുടുംബത്തിലാണ് പിശാചിന്റെ പരീക്ഷണങ്ങളുള്ളത്? ഏത് കുടുംബത്തിലാണ് മദ്യപാന ആസക്തിയുള്ള ആളുകളുള്ളത്? അങ്ങനെയുള്ളവരെ നീ ഇന്ന് സന്ദർശിക്കുമാറാകണമേ. അവർക്ക് മാനസാന്തരം കൊടുത്തുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാൻ നീ ഇന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകണമേ. നിന്റെ വരവ് സമീപമായിരിക്കുകയാൽ ഞങ്ങളിൽ ആരും തന്നെ നശിച്ചു നരകത്തിലേക്ക് പോകാതെ രക്ഷിക്കപ്പെട്ട് നിന്റെ രാജ്യത്തിന് അവകാശികളാകാൻ നിന്റെ കൃപ പകരണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.